ഹായ് ഓൾ, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇതാ ഇന്നൊരു അടിപൊളി മുട്ടസുർക്ക റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതൊരു ഈസി റെസിപ്പിയാണ്. നമ്മൾ ഇഫ്താറിനും അല്ലാതെ വൈകുന്നേരം ഈവനിങ് സ്നാക്കായിട്ടും രാവിലെയും പ്രാതലിനും നമുക്ക് എല്ലാ നേരവും നല്ല അടിപൊളിയായിട്ട് ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. കുട്ടികൾക്കൊക്കെ ഇതിന് മുട്ടയുടെ ചുവള്ളനുകൊണ്ട് കുട്ടികൾക്കൊക്കെ നല്ലൊരു ഇഷ്ടമായിട്ടുള്ളൊരു സ്നാക്കാണ്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നത് നോക്കാം. അപ്പോൾ അതിനു മുമ്പ് എൻ്റെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങളത് എന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇതിപ്പോൾ ഞാൻ ആദ്യം തന്നെ നമ്മൾ ഒരു 5-6 മണിക്കൂർ നമ്മൾ ഈ നല്ല പച്ചരി എടുത്തിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള പച്ചരി എടുത്തിട്ട് ഒരു 5-6 മണിക്കൂർ നമ്മളിതൊരു കഴുകിയതിന് ശേഷം കുതിരാൻ വേണ്ടി വെക്കണം. അപ്പോൾ നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഞാനത് ഒരു 5-6 മണിക്കൂർ കുതിർന്ന അരിയാണിത്. അപ്പോൾ ഇതിൻ്റെ വെള്ളം മുഴുവനും നമ്മൾ ഒഴിച്ച് കളഞ്ഞതിന് ശേഷം അതിലേക്ക് നമ്മൾ 2.5 ടേബിൾ സ്പൂൺ ചോറാണ് ചേർത്ത് കൊടുക്കുന്നത്. അതായത് നമ്മളെന്താ പറയണ്ടേ, എത്രയാണോ നിങ്ങൾക്ക് അരി എടുക്കുന്നത് അതിനനുസരിച്ചിട്ട് ചോറിൻ്റെ അളവ് കൊണ്ട് കൂട്ടണേ. അപ്പോൾ 2.5 കയ്യിൽ ചോറാണ് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് നന്നായിട്ട് മിക്സാക്കി എടുക്കാം. അതായത് നല്ലോണം ചോറും അരിയും കൂടി നന്നായിട്ട് മിക്സ് ആകുന്ന രീതിക്ക് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കണേ. അപ്പോൾ ഇത് മസ്റ്റാണ്. അരി ആദ്യം തന്നെ ഒരു 6 മണിക്കൂർ കഴുകി കുതിരാൻ വേണ്ടി വെക്കാൻ വേണ്ടി മറക്കരുത്. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സാക്കിയതിന് ശേഷം ഒരു ജാർ എടുത്തിട്ടുണ്ട്. നമ്മൾ മിക്സിയിൽ അരച്ചെടുക്കുകയാണ് ഡയറക്റ്റായിട്ട്. അപ്പോൾ അതിലേക്ക് നമ്മൾ മിക്സാക്കി വെച്ചിട്ടുള്ള ചോറും അതിൻ്റെ പകുതി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് ഒരു മുട്ട നന്നായിട്ട് ഒരു 3 മുട്ട വെച്ചാണ് നമ്മൾ ഈ മുട്ടസുർക്ക തയ്യാറാക്കിയെടുക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ അരിയുടെ ക്വാണ്ടിറ്റി അനുസരിച്ച് നിങ്ങൾ മുട്ടയുടെ എണ്ണം കൂട്ടി കൊടുക്കാൻ കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ ഞാനിതിൽ ഒരു 3 മുട്ടയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അത് ആദ്യം നമ്മൾ ഒരു മുട്ട വെച്ചാണ് അടിക്കുന്നത്. അപ്പോൾ ഒരു മുട്ടയും അതിലേക്ക് കുറച്ച് ഏലക്കായും ചേർത്തിട്ട് കുറച്ച് വെള്ളം നല്ല കട്ടിയിൽ തന്നെ അടിച്ചെടുക്കാൻ വേണ്ടി കുറച്ച് വെള്ളം ചേർത്ത് നന്നായിട്ട് അരച്ചെടുക്കണം. അതായത് നല്ല ഫൈനായിട്ട് അരച്ചെടുക്കണേ. അപ്പോൾ വെള്ളം അധികമായി പോകാതിരിക്കാൻ വേണ്ടി നോക്കണേ. അപ്പോൾ ഇത് നന്നായിട്ട് അരച്ചെടുത്തതിന് ശേഷം നമ്മളൊരു പാത്രത്തിലേക്ക് അത് മാറ്റുക. ഇതേ സ്റ്റെപ്പ് നമ്മൾ എന്താക്കുക, അടുത്തതും നമ്മൾ അതേപടി തന്നെ അരച്ചെടുക്കാം. പക്ഷേ ഏലക്കായ് നിങ്ങൾ ആദ്യം ഇട്ടത് കുറച്ചധികമാണെങ്കിൽ പിന്നെ അടിക്കുന്ന സമയത്ത് ഏലക്കായ് ചേർക്കണമെന്നില്ലേ. അപ്പോൾ ഞാനിതാ മാവ് മുഴുവനായിട്ടും അരച്ചെടുത്തിട്ടുണ്ട്. അതായത് 3 മുട്ട, കുറച്ച് ഏലക്കായ്, നമ്മൾ മിക്സാക്കിയിട്ടുള്ള അരിയും അതുപോലെ തന്നെ ചോറും മിക്സാക്കിയിട്ടുള്ളത് അതെല്ലാം കൂടി കൂട്ടിയിട്ട് നന്നായിട്ട് ഫൈനായിട്ട് അരച്ചെടുത്തതാണ് ഇത്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. അതിലേക്ക് നമ്മൾ ഇനി ചേർക്കാൻ പോകുന്നത് ഒരു കൈപ്പിടി നിറച്ചും ക്യാരറ്റ് ചിരകിയതാണ്. അപ്പോൾ അതുപോലെ തന്നെ ഒരു കൈപ്പിടിയിൽ മല്ലിയിലയും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സാക്കി എടുക്കുക. ഇത് വളരെ ഈസിയാണ് കേട്ടോ. നല്ലത് അപ്പാട് തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റി ആയിട്ടുള്ള അപ്പാണ്. അപ്പോൾ ഇത് മാത്രമാണ് ഇതിൽ ചേർക്കേണ്ടത്. എന്നിട്ട് നന്നായിട്ട് മിക്സാക്കി എടുക്കണേ. ഇനി നമ്മളിത് ചൂടാൻ പോകുന്ന സമയത്ത് നമ്മൾ എന്താക്കണം, പാകത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്തതിന് ശേഷം ഉപ്പ് മതിയായോ എല്ലാം നോക്കണേ. ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ട് നന്നായിട്ട് മിക്സാക്കി എടുക്കണം. ഇത് കുട്ടികളൊക്കെ ഇതിൻ്റെ ഫ്ലേവർ നന്നായിട്ട് ഇഷ്ടപ്പെട്ടോ. കുട്ടികൾക്ക് സ്കൂളിൽ കൊണ്ടുപോയി കൊടുക്കാനൊക്കെ, ഒരു സ്കൂൾ കൊടുത്തു വിടുന്ന സമയത്ത് ഇത് ഉണ്ടാക്കി കൊടുത്താൽ കുട്ടികൾ തീർച്ചയായിട്ടും കഴിക്കും. കാരണം നല്ലൊരു ക്രിസ്പി ആയിട്ടാണ് ഇത് നമുക്ക് ചുട്ടെടുക്കുമ്പോൾ കിട്ടുക. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സാക്കിയതിന് ശേഷം നമ്മളിത് റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കുന്നില്ല. നമ്മൾ ഡയറക്റ്റ് ആ സ്പോട്ടിൽ തന്നെ നമുക്കിത് എണ്ണയിൽ ഫ്രൈ ആക്കി എടുക്കാൻ വേണ്ടി പറ്റുക. അപ്പോൾ ഈ ഒരു രൂപത്തിൽ നമുക്ക് മാവിനെ കിട്ടണേ. അധികം ലൂസായി പോരുത്, അധികം കട്ടിയായി പോരുത്. ഈ ഒരു രൂപത്തിൽ വേണം നമുക്ക് മാവ് അടിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനിത് ചുട്ടെടുക്കാൻ വേണ്ടി നമുക്കൊരു ചീനച്ചട്ടി പോലത്തെ ഒരു അടി താഴ്ചയുള്ള ഒരു പാത്രം എടുക്കുക. അതായത് ചീനച്ചട്ടിയുടെ രൂപത്തിലുള്ള പാത്രം എടുക്കുക. പാനുകളൊന്നും എടുക്കാൻ വേണ്ടി ശ്രമിക്കണേ. അതിലേക്ക് നമ്മൾ ഓയിലോ വെളിച്ചെണ്ണോ എന്താണ് നിങ്ങൾക്ക് ഉപയോഗിക്കുന്ന ഓയിൽ അത് ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഇവിടെ സൺഫ്ലവറിൻ്റെ ഓയിലാണ് എടുത്തിട്ടുള്ളത്. അത് നമ്മൾ മുഴുവനായിട്ട് എത്രയാണ് വേണ്ടിയത് അതും ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായി ചൂടായതിന് ശേഷം ഒരു 3/4 കയ്യിൽ വെച്ച് പാർന്നിട്ട് വേണം നമ്മളിത് ചുട്ടെടുക്കാൻ വേണ്ടിയിട്ട്. ഓരോ 1 by 1 ആണ് നമ്മളിത് ചുട്ടെടുക്കുന്നത്. ഒന്നായിട്ട് ചുട്ടെടുക്കാൻ വേണ്ടി പറ്റില്ല, പെട്ടെന്ന് ചുട്ടെടുക്കാനും വേണ്ടി പറ്റും കേട്ടോ. മുട്ട ആയതുകൊണ്ട് പെട്ടെന്ന് പൊന്തിയൊക്കെ വരും. അപ്പം നല്ല എളുപ്പമുള്ളൊരു പരിപാടിയാണ് കേട്ടോ. രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ നല്ല സൂപ്പറായിരിക്കും. ഇതിൻ്റെ കൂടെ നല്ല ബീഫ് കറി ഉണ്ടെങ്കിൽ പറയേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ നമുക്കിത് ഇങ്ങനെ ഓരോന്ന് ഇങ്ങനെ ചുട്ടെടുക്കാം. ഒന്ന് തൊട്ട് കൊടുത്താൽ തന്നെ ജസ്റ്റ് ഒന്ന് പൊന്തി വരും. എന്നിട്ട് നമുക്ക് അപ്പുറം മറച്ചിട്ട് നമുക്ക് എത്രയാണോ ക്രിസ്പ് വേണ്ടത് അതിനനുസരിച്ച് മറിച്ചിട്ട് തിരിച്ചും മറിച്ചു വിട്ടിട്ട് നമുക്ക് വേവിച്ചെടുക്കാൻ വേണ്ടി പറ്റിയേ. അപ്പോൾ ഇതിൻ്റെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എൻ്റെ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പിന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കനും കൂടി പ്രസ്സാക്കിയാൽ നിങ്ങൾക്ക് ഞാനിടുന്ന പുതിയ വീഡിയോസുകളുടെ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതാണ്. അപ്പോൾ എല്ലാവരും
മറക്കാതെ ചെയ്യാൻ വേണ്ടി ശ്രമിക്കണേ. അപ്പോൾ നമ്മൾ ഫുൾ ഫ്ലെയിമിലിട്ടിട്ട് വേണം കേട്ടോ നമ്മളത് പൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഇനി നല്ല നല്ല ക്രിസ്പ് കൊടുക്കാൻ നമുക്കിത് കിട്ടും കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാ നമ്മൾ പൊരിച്ച പത്തിരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെയാണ് നമ്മൾ ഓരോന്നും ചുട്ടെടുക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഇത് നമ്മളെന്താ പറയണ്ടേ, ഒന്ന് ജസ്റ്റ് നമ്മൾ പിന്നെ ഒന്ന് നമുക്ക് തൊട്ട് കൈ കൊണ്ട് പ്രസ്സാക്കി വെക്കുക നല്ല ക്രിസ്പായിട്ടുണ്ടോയെന്ന്. എന്നിട്ട് നിങ്ങൾക്ക് ക്രിസ്പ് ഇനിയും വേണമെങ്കിൽ ഒന്നും കൂടി ചോപ്പിച്ചെടുക്കാൻ വേണ്ടി പറ്റുക. അപ്പോൾ ഇതാ നമ്മൾ ഓരോന്ന് പെട്ടെന്ന് ചുട്ടെടുക്കുകയാണ്. അപ്പോൾ ഇതാ നമ്മളെ പത്തിരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളിയാണ് കേട്ടോ. നോമ്പ് തുറക്കുന്ന സമയത്തൊക്കെ നമുക്കിത് കഴിച്ചാൽ നല്ല അടിപൊളി ഫീലായിരിക്കും കേട്ടോ ഉണ്ടാകുക. അപ്പോൾ ഇതെന്തായാലും ഇത് ഉണ്ടാക്കി വെക്കണം. കാരണം എളുപ്പമുള്ള ഒരു ഈസി റെസിപ്പിയാണ് മുട്ട സുർക്ക എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ എന്താക്കുക ഇതുപോലെ ഉണ്ടാക്കി നോക്കണം. കണ്ടിഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഫീഡ്ബാക്ക് അറിയിക്കാനും വേണ്ടി മറക്കരുത്. അപ്പോൾ ഇതിനിപ്പോൾ ഞാൻ തയ്യാറാക്കിയിട്ടുള്ളൊരു ബീഫ് കറിയാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ആ കറി വെച്ച് നിങ്ങൾക്ക് ചെയ്യാം. മുട്ടക്കറി ആയാലും ചിക്കൻ കറി ആയാലും അതുപോലെ തന്നെ മീൻ കറി ആയാലും ഏതും ഇതിനു വേണ്ടി ചേരും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടം അതനുസരിച്ച് അത് വെച്ചിട്ട് നമുക്ക് കൂട്ടി കഴിക്കാവുന്നതാണ്. ബീഫ് കറിയാകുമ്പോൾ ഒന്നുകൂടെ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതുപോലെ എല്ലാവരും ഉണ്ടാക്കി നോക്കണേ. ഇനിയും പുതിയ വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് മുമ്പിൽ വരുന്നവരെ ഇൻഷാ അല്ലാഹ് അസ്സലാമു അലൈക്കും, ബൈ ബൈ.